നമസ്കാരം. നോക്കാം ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ. പൗരത്വ ഭേദഗതി നിയമത്തിൽ സുപ്രധാന ഇളവുമായി കേന്ദ്ര സർക്കാർ. കഴിഞ്ഞ ഡിസംബർ 31 വരെ അയൽ രാജ്യങ്ങളിൽ നിന്ന് വന്ന മുസ്ലിങ്ങളല്ലാത്തവർക്ക് പൗരത്വത്തിന് അപേക്ഷിക്കാം. ഇതുവരെ പൗരത്വം നൽകിയത് 2014 വരെ വന്നവർക്ക്. 10 വർഷത്തേക്ക് കൂടി ഇളവ് നീട്ടി നൽകി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഉത്തരവ്. ആഗോള അയ്യപ്പ സംഗമത്തിൽ പ്രതിപക്ഷം കാര്യം മനസ്സിലാക്കാതെ പ്രതികരിക്കുന്നുവെന്ന് ദേവസ്വം മന്ത്രി. അയ്യപ്പ സംഗമം ദേവസ്വം ബോർഡിന്റെ പരിപാടി, വിഭാഗീയത കാണേണ്ടതില്ല. സത്യവാങ്മൂലം കോടതി നടപടിയെന്നും കേസുകൾ പിൻവലിക്കുന്നതിൽ പിടിവാശിയില്ലെന്നും മന്ത്രി VN വാസവൻ. തെരഞ്ഞെടുപ്പ് കണ്ട് നടത്തുന്ന അയ്യപ്പ സംഗമം രാഷ്ട്രീയ കാപട്യമെന്ന് പ്രതിപക്ഷം. ബദലായി വിശ്വാസ സംഗമം നടത്താൻ BJP. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന് കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ ക്രൂരമർദ്ദനമേറ്റതിന്റെ ദൃശ്യങ്ങൾ പുറത്ത്. ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് സുജിത്തിന് മർദ്ദനമേറ്റത് സുഹൃത്തുക്കളെ പോലീസ് ഭീഷണിപ്പെടുത്തിയതിന്റെ കാരണം തിരക്കിയതിന്. ദൃശ്യങ്ങൾ പുറത്തുവന്നത് വിവരാവകാശ കമ്മീഷൻ ഉത്തരവ് പ്രകാരം. കുറ്റക്കാരായ പോലീസ് ഇപ്പോഴും സർവീസിൽ. പുത്തൻകുരിശിൽ വീട് ജപ്തി ചെയ്യപ്പെട്ട കുടുംബത്തിന് ആശ്വാസം. കുടുംബത്തിന് മുഴുവൻ തുകയും നൽകാമെന്ന് പ്രവാസി. നടപടി മുൻ MLA VP സജീന്ദ്രന്റെ ഇടപെടലിൽ. കുടിയിറക്കപ്പെട്ടത് 2 സ്ത്രീകളും കുഞ്ഞുമടങ്ങുന്ന കുടുംബം. നികുതി ഘടനാ പരിഷ്കരണം ചർച്ച ചെയ്യാനുള്ള GST കൗൺസിൽ യോഗം ഡൽഹിയിൽ. നിലവിലെ 4 സ്ലാബുകൾ 2 കുറയ്ക്കണമെന്ന മന്ത്രിതല സമിതിയുടെ ശുപാർശ. സംസ്ഥാനങ്ങൾക്ക് വരുമാന നഷ്ടമുണ്ടാകുമെന്ന ആശങ്കയിൽ കേരളമടക്കമുള്ള പ്രതിപക്ഷ സംസ്ഥാനങ്ങൾ. ഉത്തരേന്ത്യയിൽ മഴക്കെടുതി രൂക്ഷം. പഞ്ചാബിൽ 30 മരണം. ഉത്തർപ്രദേശിൽ 16 പേർക്ക് ജീവൻ നഷ്ടമായി. പഞ്ചാബിലും ഹരിയാനയിലും 6 ലക്ഷം ഹെക്ടറിൽ കൃഷിനാശം. ഹിമാചലിൽ മണ്ണിടിച്ചിലിൽ 6 മരണം. യമുന നദിക്കര കവിഞ്ഞു. ഡൽഹിയിൽ പ്രളയ മുന്നറിയിപ്പ്. ജമ്മു, പഞ്ചാബ്, ഹിമാചൽ സംസ്ഥാനങ്ങളിൽ റെഡ് അലർട്ട്. പൗരത്വ ഭേദഗതി നിയമത്തിൽ സുപ്രധാന ഇളവുമായി കേന്ദ്ര സർക്കാർ. 2024 ഡിസംബർ 31 വരെ അയൽ രാജ്യങ്ങളിൽ നിന്ന് വന്ന മുസ്ലിം ഇതര വിഭാഗങ്ങൾക്ക് പൗരത്വത്തിന് അപേക്ഷിക്കാം. 10 വർഷത്തേക്ക് കൂടിയാണ് ഇളവ് നീട്ടി നൽകിയത്. ബീഹാർ ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിൽ കുടിയേറിയ നിരവധി പേർക്ക് ഇളവ് ഗുണം ചെയ്യും. 2019 ഡിസംബറിലാണ് രാജ്യത്ത് പൗരത്വ നിയമം ഭേദഗതി ചെയ്തത്. 2014 ഡിസംബർ 31 വരെയുള്ള കാലയളവിൽ രാജ്യത്തെത്തിയവർക്ക് പൗരത്വം അനുവദിക്കാനായിരുന്നു തീരുമാനം. ഈ തീരുമാനത്തിലാണ് നിർണായക ഇടപെടൽ ഇപ്പോൾ കേന്ദ്ര സർക്കാർ നടത്തിയിരിക്കുന്നത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയ ഉത്തരവ് പ്രകാരം 10 വർഷം കൂടി ഇളവ് നീട്ടി നൽകി. ഇതുപ്രകാരം 2024 ഡിസംബർ 31-നുള്ളിൽ രാജ്യത്തെത്തിയ അയൽ സംസ്ഥാനങ്ങളിലെ മുസ്ലിമേതര ന്യൂനപക്ഷങ്ങൾക്ക് പൗരത്വത്തിന് അപേക്ഷിക്കാം. പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഹിന്ദുക്കൾ, സിഖുകാർ, ബുദ്ധമതക്കാർ, ജൈനന്മാർ, പാഴ്സികൾ, ക്രിസ്ത്യാനികൾ എന്നിവർക്കാണ് ആനുകൂല്യത്തിന്റെ ഗുണം ലഭിക്കുക. പൗരത്വത്തിന് അപേക്ഷിക്കുന്ന ഇവർക്ക് പാസ്പോർട്ട്, യാത്രാരേഖകൾ ഒന്നുമില്ലാതെ തൽക്കാലം രാജ്യത്ത് തുടരാനാകും. എന്നാൽ ഈ രാജ്യങ്ങളിൽ നിന്നുള്ള ന്യൂനപക്ഷമല്ലാത്ത ആളുകൾക്ക് പൗരത്വത്തിന് അപേക്ഷിക്കാൻ കഴിയില്ല. മണിപ്പൂർ, മിസോറാം തുടങ്ങിയ സംസ്ഥാനങ്ങൾ പ്രധാനമന്ത്രി സന്ദർശിക്കാനിരിക്കെയാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഭാഗമായ തീരുമാനമുണ്ടായത്. ബീഹാർ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പും തീരുമാനത്തിന് കാരണമായിട്ടുണ്ട്. കുടിയേറ്റ ജനവിഭാഗങ്ങൾ ഏറെയുള്ള സംസ്ഥാനമാണ് ബീഹാർ. അത്തരം ആളുകൾക്ക് പൗരത്വം ഉറപ്പാക്കുന്നതിലൂടെ പ്രതിപക്ഷ പാർട്ടികൾക്ക് മറുപടി നൽകാൻ BJPക്ക് കഴിയും. അമൃത ന്യൂസ്, ന്യൂഡൽഹി. ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുന്ന കാര്യത്തിൽ തന്ത്രപരമായ നിലപാട് സ്വീകരിച്ച് UDF. ശബരിമല ആചാര ലംഘനത്തെ പിന്തുണച്ച് സുപ്രീം കോടതിയിൽ സർക്കാർ നൽകിയ സത്യവാങ്മൂലവും ഭക്തർക്കെതിരെ ചുമത്തിയ കേസുകളും പിൻവലിക്കാൻ സർക്കാർ തയ്യാറുണ്ടോ എന്ന മറുചോദ്യവുമായാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ എത്തിയത്. ഇക്കാര്യത്തിൽ സർക്കാരിൻ്റേത് രാഷ്ട്രീയപരമായ കാപട്യമാണെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. കാര്യങ്ങൾ മനസ്സിലാക്കാതെയാണ് പ്രതിപക്ഷം പ്രതികരിക്കുന്നതെന്ന് ദേവസ്വം മന്ത്രി VN വാസവനും പ്രതികരിച്ചു. സെപ്റ്റംബർ 20-ന് പമ്പയിൽ നടക്കുന്ന ആഗോള അയ്യപ്പ സംഗമം ദേവസ്വം ബോർഡിനെ മുൻനിർത്തി സർക്കാർ നടത്തുന്ന കാപട്യമാണെന്നാണ് UDFന്റെ വിലയിരുത്തൽ. ശബരിമലയിൽ ആചാരലംഘനത്തെ പിന്തുണച്ചുകൊണ്ട് സർക്കാർ സുപ്രീം കോടതിയിൽ നൽകിയ സത്യവാങ്മൂലം പിൻവലിക്കുകയും നാമജപ ഘോഷയാത്രയടക്കം നടത്തിയവർക്കെതിരെ എടുത്ത കേസുകൾ പിൻവലിക്കുകയും ചെയ്യണമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവശ്യപ്പെട്ടു. കേരള സർക്കാർ നടത്താൻ പ്രഖ്യാപിച്ചിരിക്കുന്ന അയ്യപ്പ സംഗമം ഒരു രാഷ്ട്രീയമായ കാപട്യമാണ്, രാഷ്ട്രീയമായ മുതലെടുപ്പാണ്, കപടമായ ഒരു അയ്യപ്പ സംഘമാണ്. LDF സർക്കാർ കൊടുത്ത ആചാര ലംഘനം നടത്താൻ സൗകര്യം ചെയ്തു കൊടുക്കുന്ന അഫിഡവിറ്റ് പിൻവലിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? നാമജപ ഘോഷയാത്ര ഉൾപ്പെടെ നടത്തിയ
സമാധാനപരമായ സമരങ്ങളുടെ പേരിൽ എടുത്ത കേസുകൾ ഇതുവരെ പിൻവലിക്കപ്പെട്ടിട്ടില്ല. ആ കേസുകൾ ഇപ്പോഴും നിലനിൽക്കുകയാണ്. ആ കേസുകൾ പിൻവലിക്കാൻ സർക്കാർ തയ്യാറുണ്ടോ? ശബരിമലയിലെ അടിസ്ഥാന വികസനത്തിനടക്കം 9 വർഷം ഒരു പൈസ പോലും നൽകാത്ത സർക്കാരാണ് തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ അയ്യപ്പ സംഗമവുമായി എത്തുന്നത്. ഇതിന്റെ പേരിലുള്ള രാഷ്ട്രീയ മുതലെടുപ്പും കപടഭക്തിയും UDF അംഗീകരിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ആചാര ലംഘനത്തിന് നവോത്ഥാന സമിതി രൂപീകരിച്ച് മതിൽ തീർത്തവരാണ് വർഗീയവാദികൾക്ക് അവസരമൊരുക്കാൻ സംഗമം നടത്തുന്നത്. UDF ഉന്നയിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയാൽ പങ്കെടുക്കുന്ന കാര്യത്തിൽ വ്യക്തത വരുത്താം. തന്നെ ക്ഷണിക്കാനെത്തിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ അവഗണിച്ചു എന്ന കാര്യം കളവാണെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. കഴിഞ്ഞ ദിവസം ചേർന്ന UDF ഓൺലൈൻ യോഗമാണ് അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുന്നത് സംബന്ധിച്ച തീരുമാനം കൈക്കൊണ്ടത്. അതേസമയം പ്രതിപക്ഷം കാര്യം മനസ്സിലാക്കാതെയാണ് പ്രതികരിക്കുന്നതെന്നും അയ്യപ്പ സംഗമം നടത്തുന്നത് ദേവസ്വം ബോർഡാണെന്നും വിഭാഗീയതയായി കാണേണ്ടതില്ലെന്നും ദേവസ്വം മന്ത്രി VN വാസവൻ പറഞ്ഞു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ആഗോള അയ്യപ്പ സംഗമം ഭരണഘടനാ വിരുദ്ധമെന്നും യഥാർത്ഥ അയ്യപ്പ വിശ്വാസികളുടെ സംഗമം നടത്തുമെന്നും ഹിന്ദു ഐക്യവേദി ഉൾപ്പെടെയുള്ള ഹൈന്ദവ സംഘടനകൾ. ഗണപതി മിത്തെന്ന് പറയുന്നവരാണ് ഗണപതി ക്ഷേത്ര പടിക്കൽ അയ്യപ്പ സംഗമം നടത്തുന്നത്. പന്തളം കേന്ദ്രീകരിച്ച് ഈ മാസം 22-ന് യഥാർത്ഥ ഭക്തരെ സംഘടിപ്പിച്ച സംഗമം നടത്തുമെന്ന് അയ്യപ്പ സേവാ സമാജം ദേശീയ ചെയർമാൻ SGR കുമാർ പറഞ്ഞു. NSS, SNDP ഉൾപ്പെടെ എല്ലാ ഹൈന്ദവ സംഘടനകളെയും വിശ്വാസത്തിലെടുത്താണ് സംഗമം നടത്തുക. എന്നാണ് ഈ മാർക്സിസ്റ്റ് പാർട്ടിക്ക് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഈ ദൈവഭക്തി തുടങ്ങിയത്? എന്നാണ് ഇവർ അയ്യപ്പ ഭക്തന്മാരായത്? അത് ചോദിക്കേണ്ട ചോദ്യമാണ്. അതൊന്ന് അറിഞ്ഞാൽ കൊള്ളാം. നിങ്ങൾ യഥാർത്ഥ അയ്യപ്പന്മാരാണോ? നിങ്ങൾ യഥാർത്ഥത്തിൽ ഭക്തജനമാണോ എന്നുള്ള ചോദ്യം ഞാൻ ഇന്ന് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയോടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറിയോടും ഞാൻ ചോദിക്കുകയാണ്. ശബരിമല സംരക്ഷണ സംഗമം എന്നാണ് നമ്മൾ ആ ഒരു സംഗമത്തിന് പേരിട്ടിരിക്കുന്നത്. എന്തായാലും ശരിയായ അയ്യപ്പന്മാരുടെ ഒരു സംഗമം നമ്മൾ വിളിച്ചുകൂട്ടുകയാണ്. അത് നിങ്ങളെ അറിയിക്കുകയാണ്. ബാക്കി അവിടെ നടക്കാൻ പോകുന്ന കാര്യങ്ങളും ഇതെല്ലാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അത് വരും ദിവസങ്ങളിൽ അറിയിക്കാം ഏതൊക്കെ തരത്തിലായിരിക്കും. കൂടാതെ വരുന്ന ദിവസങ്ങളിൽ മറ്റു പല പരിപാടികളും ആസൂത്രണം ചെയ്യുന്നുണ്ടാവും. അതിൻ്റെ വിഷയങ്ങൾ നമ്മൾ കൂടുതൽ സംസാരിക്കാം. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന് പോലീസ് സ്റ്റേഷനിൽ മർദ്ദനമേറ്റു. തൃശൂർ ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് സുജിത്തിനെയാണ് കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെത്തിച്ച് മർദ്ദിച്ചത്. ചൊവ്വന്നൂരിലെ വഴിയരികിൽ നിന്നിരുന്ന സുഹൃത്തുക്കളെ പോലീസ് ഭീഷണിപ്പെടുത്തിയതിന്റെ കാരണം തിരക്കിയതിനാണ് പോലീസ് മർദ്ദിച്ചത് എന്നാണ് സുജിത്ത് പറയുന്നത്. 2023 ഏപ്രിൽ മാസം ആ ദിവസം സംഭവിച്ചതിനെക്കുറിച്ച് സുജിത്ത് വിശദീകരിക്കുന്നു. അന്ന് ഒരു പൂരത്തിൻ്റെ ഒരു വൈകിട്ട് സമയത്ത് കമ്മിറ്റിയുടെ വീഡിയോ കാര്യങ്ങൾ കാണാനൊക്കെ വേണ്ടിയിട്ട് നാട്ടിലിരിക്കണം. ഇഷ്ടമുള്ളതാണ് ഇങ്ങനെ പോലീസ് വന്നിട്ട് അവിടെ കൂട്ടുകാരുടെ അടുത്ത് വന്നിട്ട് സംസാരങ്ങളുണ്ടായത് ബാക്കിയായിരുന്നു. അപ്പോൾ പേടിയ കാരണം നമ്മൾ വിളിച്ചിട്ട് പോലീസിനായിട്ട് സംസാരിക്കുന്ന സമയത്താണ് എൻ്റെ ബോളർ പിടിച്ച് ജീപ്പിൽ കയറ്റിയിട്ട് നേരെ അങ്ങോട്ട് കൊടുക്കുന്നത്. അവരുടെ എല്ലാവരുടെയും ഒഴിവാക്കിയിട്ട് എന്നെ മാത്രമേ കൊടുക്കുള്ളൂ. കൊണ്ടുവരുമ്പോൾ സജീവൻ എന്ന് പറഞ്ഞൊരു പോലീസുകാരനായിരുന്നു. ആള് ഒലിയോ ജംഗ്ഷൻ്റെ അവിടെ വെച്ചിട്ട് എന്നെ തല്ലിയിട്ടുണ്ടായിരുന്നു. ബാക്ക് ഡോർ തുറന്നിട്ട് തല്ലിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അതൊക്കെ CCTV കറക്റ്റായിട്ട് കാണുന്നുണ്ട്. ജീപ്പ് കയറി പറഞ്ഞതിൻ്റെ തൊട്ട് മുന്നേ ആളവിടെ നടന്നു വരുന്ന ദൃശ്യങ്ങളൊക്കെ. അതിനുശേഷം സ്റ്റേഷനിൽ വന്നതിന് ശേഷം എല്ലാവരും കൂടിയിട്ട് 5 പേരും കൂടി നല്ല ക്രൂരമായിട്ട് ഒറ്റയ്ക്കുണ്ടായിരുന്നു. സുജിത്തിനെ പോലീസ് മർദ്ദിച്ച സംഭവത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ പോലീസ് സ്റ്റേഷനിലേക്കുള്ള പ്രതിഷേധ മാർച്ച് നടക്കുകയാണ്. മാർച്ച് നടത്തിയ പ്രവർത്തകരെ പോലീസ് സ്റ്റേഷന് മുന്നിൽ ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. വിവരങ്ങളുമായി ഹരീഷ് നാരായണൻ ചേരുകയാണ്. ഹരീഷ്, സുജിത്തിന് നേരിടേണ്ടി വന്ന അതിക്രമം, അതിനെതിരെ ശക്തമായി പ്രതിഷേധം തീർത്തിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസ്. ഇപ്പോഴും അവിടെ പ്രതിഷേധം നടക്കുകയാണോ? ഒരു സംഘർഷാവസ്ഥയുണ്ടോ? എന്തൊക്കെയാണ് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ?
തീർച്ചയായും വലിയ പ്രതിഷേധമാണ് ഈ ഒരു കുന്നംകുളം ടൗൺ ഇപ്പോൾ കാഴ്ചവെച്ചത് എന്നുള്ളതാണ്. കാരണം യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകനേറ്റ ക്രൂരമായ പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ മർദ്ദനം, അതിൽ പ്രതിഷേധിച്ചാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇവിടെ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയത്. മാർച്ച് പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. എങ്കിലും ഇപ്പോഴും പ്രവർത്തകർ ആ ഒരു പ്രതിഷേധം അറിയിക്കുകയാണ്. ഞാനിപ്പോൾ ഉള്ളത് കുന്നംകുളം ടൗണിലാണ്. നമുക്ക് കാണാം, നിറയെ ആളുകളാണ് ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരടക്കം നിറയെ പേർ ഇങ്ങോട്ടേക്ക് ഇരച്ചെത്തിയിട്ടുണ്ട്. വലിയ പ്രതിഷേധം കാഴ്ചവെച്ചതിന് ശേഷമാണ് ഇപ്പോൾ ഇവർ മടങ്ങുന്നത് എന്നുള്ളതാണ്. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ യൂത്ത് കോൺഗ്രസും അതുപോലെ തന്നെ കോൺഗ്രസ് നേതൃത്വമൊക്കെ അറിയിച്ചിരുന്നു. ദൃശ്യങ്ങൾ കൃത്യമായി കണ്ടതാണ്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ സുജിത്തിന് കാര്യമായ രീതിയിലുള്ള മർദ്ദനം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇത്രയും വലിയ മർദ്ദനം ലഭിച്ചിട്ടും ആ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പ് തല നടപടി അല്ലാതെ കാര്യമായ നടപടികളൊന്നും എടുത്തില്ല എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണെങ്കിലും അതുപോലെ കോൺഗ്രസ് പ്രവർത്തകരെല്ലാം തന്നെ ഉന്നയിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടാണ് അതിനെ തുടർന്നാണ് ഇപ്പോൾ ഈ ഒരു മാർച്ച് ഇങ്ങോട്ടേക്ക് നടത്തിയത്. പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. 2 തവണ ജലപീരങ്കിയും പ്രയോഗിച്ചു. കനത്ത മഴയിലും ആ മഴയെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് പ്രവർത്തകർ ഈ ഒരു മാർച്ചിൽ പങ്കെടുത്തത് എന്നുള്ളതാണ്. വലിയ ജനപങ്കാളിത്തം യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. എങ്ങനെയും ഈ ഒരു പോലീസ് ഉദ്യോഗസ്ഥർക്ക്, ഈ ന്യൂമാൻ ഉൾപ്പെടെയുള്ള എസ് ഐ ന്യൂമാൻ ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്ക് വേണ്ട ശിക്ഷാ നടപടികൾ നൽകുക എന്നുള്ളൊരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് ഇന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഈ ഒരു കുന്നംകുളം ടൗണിൽ ഇത്തരത്തിലുള്ള പ്രതിഷേധ പ്രകടനം കാഴ്ചവെച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ സുജിത്തിന് ഏറ്റ മർദ്ദനം, അതിൽ യാതൊരു തരത്തിലും ക്ഷമ കൊടുക്കാൻ അല്ലെങ്കിൽ ക്ഷമിക്കാൻ പറ്റാത്ത അത്രത്തോളം മർദ്ദനം ഏറ്റിട്ടുണ്ട് സുജിത്തിന് എന്നുള്ളതാണ് പറഞ്ഞത്. അതുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധം, ഈ ഒരു പോലീസ് ഉദ്യോഗസ്ഥരെ ഈ ഒരു തൊഴിൽ നിന്നും മാറ്റി നിർത്തുക തന്നെ വേണമെന്നുള്ളൊരു കാര്യമാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ ആവശ്യപ്പെടുന്നത് നമ്മളോട് എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള വലിയ ഒരു മാർച്ച് അതാണ് ഇപ്പോൾ സംഘടിപ്പിച്ചത്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഈ സുജിത്ത് തന്നെ പലതവണ പറഞ്ഞതാണ് ഇത് കള്ളക്കേസിൽ കൊടുക്കാനുള്ള ശ്രമം നടത്തി കള്ള എഫ്ഐആർ അടക്കം ചമച്ച ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, അതായത് മദ്യപിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞാണ് ഇത്തരത്തിൽ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായ നടപടി എന്നുള്ളതടക്കം. ശരി ഹരീഷ്, എന്തായാലും സുജിത്തിനെ പോലീസ് മർദ്ദിച്ച സംഭവത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ ശക്തമായ പ്രതിഷേധം തന്നെയാണ് തൃശ്ശൂരിൽ നടക്കുന്നത്. വിവരങ്ങളുമായി ഇപ്പം ചേരുകയായിരുന്നു ഹരീഷ് നാരായണൻ. കുന്നംകുളത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ പോലീസ് മർദ്ദിച്ച സംഭവത്തിൽ ഉൾപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ നേരത്തെ നടപടി സ്വീകരിച്ചിട്ടുണ്ട് എന്ന് DIG R ഹരിശങ്കർ. സേനാ തലത്തിലുള്ള അച്ചടക്ക നടപടിയാണ് സ്വീകരിച്ചത്. കോടതിയിൽ നടപടിക്രമങ്ങൾ തുടരുന്നുണ്ട്. കോടതി നടപടി പരിശോധിച്ച ശേഷം തുടർ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ സംഭവം നടന്ന സമയത്ത് ആക്ഷേപം വന്നിരുന്നു. ആ ആക്ഷേപത്തിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് അതിനെ സംബന്ധിച്ച് എൻക്വയറി നടന്നിട്ടുണ്ട്. ആ എൻക്വയറി നടന്ന് ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കുറ്റക്കാരായി കണ്ട ആൾക്കാർക്കെതിരെ ശിക്ഷ നൽകിയിട്ടുള്ളതായിട്ടാണ് രേഖകളിൽ കാണുന്നത്. ഇനി ഈ സംഭവവുമായി ബന്ധപ്പെട്ട ഒരു ജുഡീഷ്യൽ പ്രൊസീഡിങ്സ് നിലനിൽക്കുകയാണ്. ഇതിൽ പരാതിക്കാരായ ആളുകൾ കോടതിയെ നേരിട്ട് സമീപിച്ചിട്ടുള്ളതും ആ കോടതിയിൽ ഒരു MC ഇതുമായി ബന്ധപ്പെട്ട് ഓൾറെഡി ക്രിമിനലായി നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ക്രിമിനൽ നടപടി ഓൾറെഡി പെൻഡിംഗ് ആണ്. ഇനി ആ ക്രിമിനൽ നടപടിയിൽ കൂടുതൽ എന്തായെങ്കിലും കോടതിയുടെ പരാമർശവും കോടതിയുടെ നടപടിക്രമങ്ങളും കൂടെ പരിശോധിച്ചിട്ട് ഇതിൽ മറ്റെന്തെങ്കിലും ആക്ഷേപങ്ങൾ ആ ഘട്ടത്തിൽ വരികയാണെങ്കിൽ ആ ഘട്ടത്തിൽ പരിശോധിക്കും. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കുന്നംകുളം പോലീസ് മർദ്ദിച്ച സംഭവത്തിൽ പോലീസുകാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്. ഇവരെ സർവീസിൽ നിന്ന് പുറത്താക്കണം. ക്രൂരമർദ്ദനം നടത്തിയ ഉദ്യോഗസ്ഥർ ഇന്നും തൃശ്ശൂരിലെ വിവിധ സ്റ്റേഷനുകളിൽ ഡ്യൂട്ടി ചെയ്യുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ചൊവ്വന്നൂർ മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ശ്രീ സുജിത്തിനെ അകാരണമായി കുന്നംകുളത്തെ പോലീസ് മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ്. ആ കാര്യത്തെ സംബന്ധിച്ച് അതിൽ ഉത്തരവാദികളായ SI ന്യൂമാൻ, അതുപോലെ തന്നെ CPOമാരായ ശശി, സന്ദീപ്, അതുപോലെ സജീവ്, ഇവർ 4 പേരും, അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ചേഞ്ച് ചെയ്ത് പോയ ഇന്നിപ്പോൾ VO പഴയന്നൂരായിരിക്കുന്ന ഷജീർ, ഇവർക്കെതിരെ നടപടി സ്വീകരിക്കണം. ഇവരെ സർവീസിൽ നിന്ന് പുറത്താക്കണം. നികുതി ഘടന പരിഷ്കരണം ചർച്ച ചെയ്യാനുള്ള GST കൗൺസിൽ യോഗത്തിന് ഡൽഹിയിൽ തുടക്കമായി. ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ അധ്യക്ഷതയിലാണ് യോഗം. നിലവിലെ 4 സ്ലാബുകൾ 2ആയി കുറയ്ക്കുകയാണ് ലക്ഷ്യം. 5%, 12%, 18%, 28% എന്നീ നികുതി സ്ലാബുകൾക്ക് പകരം 5%, 18% മാത്രം നിലനിർത്താൻ മന്ത്രിതല ഉപസമിതി ശുപാർശ ചെയ്തിട്ടുണ്ട്. ചെറിയ കാറുകൾ, സിമന്റ്, തുകൽ ഉൽപ്പന്നങ്ങൾ, പാക്കറ്റിലാക്കിയ ഭക്ഷണം, തുണിത്തരങ്ങൾ എന്നിവയുടെ GST നിരക്ക് കുറയ്ക്കും എന്നാണ് വ്യക്തമാക്കുന്നത്.
മെഡിക്കൽ ഇൻഷുറൻസിനും ടേം ഇൻഷുറൻസിനുമുള്ള GST പൂർണ്ണമായി എടുത്തു കളയണമെന്ന നിർദ്ദേശവും കൗൺസിൽ പരിഗണിക്കാനിടയുണ്ട്. ഇതെല്ലാം സാധാരണക്കാർക്ക് നികുതി ഭാരം കുറയ്ക്കുന്നതാകും. അതേസമയം വരുമാന നഷ്ടം നികത്താതെ നികുതി കുറയ്ക്കൽ തീരുമാനങ്ങൾ എടുക്കരുതെന്ന് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ പറയുന്നു. സംസ്ഥാനങ്ങളുടെ ധനകാര്യ സ്ഥിതി കണക്കിലെടുത്തുകൊണ്ടുള്ള GST പരിഷ്കരണങ്ങൾ വേണം എന്നാണ് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളുടെ നിലപാട്. ഉത്തരേന്ത്യയിൽ മഴക്കെടുതി തുടരുന്നു. ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, ഒഡീഷ, രാജസ്ഥാൻ സംസ്ഥാനങ്ങളിൽ അതീവ ജാഗ്രത തുടരുകയാണ്. ഛത്തീസ്ഗഡിൽ ചെറു ഡാമിന്റെ ഭാഗം തകർന്ന 4 പേർ മരിച്ചു. പഞ്ചാബിലും ഉത്തർപ്രദേശിലും മഴക്കെടുതി രൂക്ഷമാണ്. പഞ്ചാബിൽ മാത്രം മരിച്ചത് 30 പേരാണ്. കഴിഞ്ഞ ഒരു മാസത്തെ മാത്രം കണക്കാണിത്. ഉത്തർപ്രദേശിൽ 16 പേർക്കും ജീവൻ നഷ്ടമായിട്ടുണ്ട്. പഞ്ചാബിലും ഹരിയാനയിലും 6 ലക്ഷം ഹെക്ടറിലെ കൃഷി നശിച്ചു എന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. ഡൽഹിയിൽ പ്രളയ മുന്നറിയിപ്പ് തുടരുകയാണ്. യമുന നദിയിലെ ജലം അപകട സൂചികയ്ക്കും മുകളിലാണ്. ജനങ്ങളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. ഇടവിട്ട ദിവസങ്ങളിൽ വെള്ളം വീടുകളിലേക്ക് കയറുന്നത് ജനജീവിതം ദുസ്സഹമാക്കിയിട്ടുണ്ട്. പുത്തൻകുരിശിൽ വീട് ജപ്തി ചെയ്യപ്പെട്ട കുടുംബത്തിന് ആശ്വാസം. കുടുംബത്തിന് മുഴുവൻ തുകയും നൽകാമെന്ന് പ്രവാസി അറിയിച്ചു. മുൻ MLA VP സജീന്ദ്രന്റെ ഇടപെടലിനെ തുടർന്നാണ് ആശ്വാസ നടപടി. 2 സ്ത്രീകളും കുഞ്ഞുമടങ്ങുന്ന കുടുംബമാണ് കുടിയിറക്കപ്പെട്ടത്. 2019 5 ലക്ഷം രൂപ വീട്ടുടമയായ സ്വാതി മണപ്പുറം ഫിനാൻസിൽ നിന്ന് വായ്പ എടുത്തിരുന്നു. 3,90,500 രൂപ തിരിച്ചടച്ചു. പിന്നീട് ഗർഭിണിയായ യുവതിക്ക് ജോലിക്ക് പോകാൻ കഴിയാത്ത സ്ഥിതിയായി. ഇതോടെ തിരിച്ചടവ് മുടങ്ങുകയായിരുന്നു. പിന്നീട് ജോലിക്ക് പോയി തുടങ്ങിയപ്പോൾ പണം തവണകളായി തിരികെ അടയ്ക്കാമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും ധനകാര്യ സ്ഥാപനം സമ്മതിച്ചില്ല എന്നും കുടുംബം പറയുന്നു. സ്വാതി ജോലിക്ക് പോയ സമയത്ത് പോലീസിനെയും കൂട്ടിവന്ന് ധനകാര്യ സ്ഥാപനം അധികൃതർ വീട് ജപ്തി ചെയ്യുകയായിരുന്നു. സ്വാതിയുടെ പ്രായമായ അമ്മയും 1 വയസ്സുള്ള കുഞ്ഞും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. ഒറ്റത്തവണയായി പലിശ ഉൾപ്പെടെ 5 ലക്ഷം രൂപ അടയ്ക്കണമെന്നാണ് ബാങ്കുകാർ ആവശ്യപ്പെടുന്നതെന്ന് കുടുംബം പറയുന്നു. അമീബിക് മസ്തിഷ്ക ജ്വരത്തിനുള്ള ചികിത്സയിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് അപൂർവ നേട്ടം കൈവരിച്ചതായി മന്ത്രി വീണ ജോർജ്. 17 വയസ്സുകാരന്റെ അമീബിക് മസ്തിഷ്ക ജ്വരം ചികിത്സയിലൂടെ പൂർണ്ണമായി ഭേദമായി. അമീബയും ഫംഗസ് ബാധയും ഒരുമിച്ചുണ്ടായ ആദ്യത്തെ സംഭവമാണ് ചികിത്സിച്ച് ഭേദമാക്കിയത്. സംസ്ഥാനത്ത് 2 വർഷത്തിനിടെ 86 കേസുകൾ റിപ്പോർട്ട് ചെയ്തതിൽ 21 പേർ മരണത്തിന് കീഴടങ്ങിയതായി മന്ത്രി പറഞ്ഞു. വയനാട്, കാസർഗോഡ് മെഡിക്കൽ കോളേജുകൾക്ക് കൂടി നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ അനുമതി ലഭിച്ചതായും ആരോഗ്യമന്ത്രി അറിയിച്ചു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അമീബിക് മസ്തിഷ്ക ജ്വരം രോഗവുമായിട്ട് ബന്ധപ്പെട്ട് ലോകത്തിൽ തന്നെ അപൂർവമായ ഒരു ചികിത്സാ നേട്ടമുണ്ടായിരിക്കുന്നു. അമീബയും ഫംഗസും ഒരേ സമയം ബ്രെയിനെ ബാധിച്ച 17 വയസ്സുകാരനായിട്ടുള്ള ഒരാൾ 3 മാസത്തെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ചികിത്സയ്ക്ക് ശേഷം പൂർണ്ണമായി സുഖമായി സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. കേരളത്തിലെ 14 ജില്ലകളിലും മെഡിക്കൽ കോളേജുകൾ എന്ന നമ്മുടെ സ്വപ്നം യാഥാർത്ഥ്യമായിരിക്കുകയാണ്. പ്രത്യേകിച്ച് വയനാട്, കാസർഗോഡ് ജില്ലകളിൽ ഇന്നലെ വൈകുന്നേരമാണ് നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പ് നമുക്ക് ലഭിച്ചത്. ഈ 2 മെഡിക്കൽ കോളേജുകളിലും 50-50 സീറ്റ് വീതം MBBS പഠനം ആരംഭിക്കുന്നതിനു വേണ്ടി നാഷണൽ മെഡിക്കൽ കമ്മീഷൻ അനുവാദം നൽകിയിരിക്കുകയാണ്. ഛത്തീസ്ഗഡിൽ തടവിലാക്കപ്പെട്ട സന്യാസിനികൾ ഉൾപ്പെട്ട ASMI കോൺഗ്രിഗേഷൻ മദർ ജനറൽ സിസ്റ്റർ ഇസബൽ KC വേണുഗോപാൽ MP സന്ദർശിച്ചു. ആലപ്പുഴയിലെ വീട്ടിലെത്തിയാണ് വേണുഗോപാലിനെ കണ്ടത്. അസിസ്റ്റന്റ് മദർ ജനറൽ സിസ്റ്റർ റജിസ് മേരി, മെഡിക്കൽ കൗൺസിലർ സിസ്റ്റർ ലീന ഫ്രാൻസിസ് എന്നിവരും കൂടെയുണ്ടായിരുന്നു. ഛത്തീസ്ഗഡിൽ തടവിലാക്കപ്പെട്ട കന്യാസ്ത്രീകളുടെ മോചനത്തിനായി KC വേണുഗോപാൽ ഇടപെട്ടിരുന്നു. ഓണവിപണിയിലേക്ക് ടൺ കണക്കിന് പൂക്കളുമായി കർണാടകയിൽ നിന്നുള്ള സംഘം കാസർഗോഡെത്തി. കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡ് പരിസരം മറുനാടൻ പൂക്കളാൽ വർണ്ണാഭമായി. വരും മണിക്കൂറുകളിൽ പൂവിൽപ്പനയുടെ തിരക്കിലാകും നഗരം.
ഓണത്തിരക്കേറുന്ന കാഞ്ഞങ്ങാട് നഗരത്തിൽ കോട്ടച്ചേരി ബസ് സ്റ്റാൻഡിലാണ് പൂവിപണി സജീവമായത്. രാവിലെ മുതൽ പൂവിൽപ്പനയുടെ ആരവമാണ് നഗരത്തിൽ. കർണാടകയിലെ ചിത്രദുർഗ, ഹാസൻ, വപ്പളിക, തുങ്കൂർ, തിപ്തൂർ, പുത്തൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നുള്ള സംഘമാണ് ഓണവിപണി ലക്ഷ്യമാക്കി എത്തിയിരിക്കുന്നത്. വിവിധ നിറങ്ങളിലുള്ള ജമന്തി, ബൊട്ടാൻസ്, സെമന്തിക, റോസാപ്പൂക്കൾ, മുല്ലപ്പൂക്കൾ തുടങ്ങിയവ ബസ് സ്റ്റാൻഡിലുടനീളം വർണ്ണപ്പരവതാനി തീർത്തിരിക്കുകയാണ്. കർണാടകയിൽ മുളത്തിന് 20 മുതൽ 30 രൂപ വരെ ഈടാക്കുമ്പോൾ ഇവിടെ 50 രൂപ നിരക്കിലാണ് പൂവിൽപ്പന. ജമന്തിക്ക് വർണ്ണവ്യത്യാസം അനുസരിച്ച് കിലോവിന് 200 മുതൽ 600 രൂപ വരെയാണ് വില. പൂവെല്ലാം 30 രൂപ കിലോ. 30 കൊല്ലായി. നമ്മള് ടോട്ടൽ നമ്മളിപ്പോ നമ്മളെ ആള് 36 ആളുണ്ട്. പിന്നെ വേറെ വേറെ ഉണ്ട്. ആസനക്കാരുണ്ട്, ഒരെല്ലാം വന്നിട്ടുണ്ട്. ആസന, അർക്കൽകോട്. സ്ത്രീകൾ ഉൾപ്പെടെ 5 മുതൽ 7 വരെ വിൽപ്പനക്കാർ അടങ്ങുന്ന 28ഓളം സംഘമാണ് പൂക്കളുമായി കാഞ്ഞങ്ങാട് എത്തിയിരിക്കുന്നത്. ഉത്രാടം തിരുവോണാഘോഷങ്ങളിലേക്ക് കടക്കവേ വരും മണിക്കൂറുകളിൽ പൂവിപണി തിരക്കിന്റെ മൂർധന്യത്തിലാകും. അമൃത ന്യൂസ്, കാസർഗോഡ്. കൃഷിക്ക് പേരുകേട്ട ആലപ്പുഴ കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ വ്യത്യസ്തനായ കർഷകൻ ശുഭകേശന്റെ കൃഷിത്തോട്ടത്തിൽ ഓണക്കാലമായതോടെ തിരക്കേറുകയാണ്. 15 ഏക്കർ കൃഷിയിടത്തിൽ 17 ഇനം ജൈവ പച്ചക്കറികളാണ് വിളവെടുപ്പിന് തയ്യാറായി കിടക്കുന്നത്. ഓണക്കാലമെത്തിയാൽ കഞ്ഞിക്കുഴി പഞ്ചായത്തിനെ മലയാളികൾക്ക് അങ്ങനെ ഒഴിച്ചു നിർത്താൻ കഴിയില്ല. കർഷകരാൽ സമ്പന്നമായ പഞ്ചായത്തിൽ സമൃദ്ധമായി വിളയുന്ന ജൈവ പച്ചക്കറികൾ തന്നെയാണ് ഇതിന് കാരണം. അവിടെ വ്യത്യസ്തനായ ഒരു കർഷകന്റെ കൃഷിത്തോട്ടമാണ് ഈ ഓണക്കാലത്തെ താരം. കഞ്ഞിക്കുഴി പയറെന്ന് മാത്രം കേട്ടാൽ മതി ശുഭകേശൻ എന്ന കർഷകനെ അടയാളപ്പെടുത്തുവാൻ. സ്വന്തമായി വികസിപ്പിച്ചെടുത്ത ഈ വിളയിലൂടെയാണ് KP ശുഭകേശൻ കാർഷിക ലോകത്ത് പ്രിയങ്കരനായത്. ഓണക്കാലത്തെ മുന്നിൽ കണ്ട് കഞ്ഞിക്കുഴി സിൽക്ക് ഫാബ്രിക്കേഷൻ യൂണിറ്റിന് സമീപത്തെ 15 ഏക്കർ കൃഷിഭൂമിയിൽ ശുഭകേശൻ വിളയിച്ചെടുത്തത് 17 ഇനം പച്ചക്കറികളാണ്. പടവലവും പാവലും മത്തനും തുടങ്ങി ഓണക്കാലത്തെ സമൃദ്ധമാക്കാൻ വേണ്ടതെല്ലാം ഈ തോട്ടത്തിലുണ്ട്. എല്ലാം ജൈവ പച്ചക്കറികൾ. പച്ചക്കറിയോടൊപ്പം വിവിധ ഇനം പൂക്കളും ഇടവിളയായുണ്ട്. ഇത്തവണ ഇപ്പോൾ ഓണത്തോടനുബന്ധിച്ച് ഇപ്പോൾ ഇവിടെ 17 ഇനം പച്ചക്കറി ഇവിടെ വിളവായിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ കയറി വരുമ്പോൾ തന്നെ കാണാം ഒരു 120 മീറ്റർ നീളമുള്ള ഒരു പടവലപ്പന്തലാണ്. അതുപോലെ തൊട്ടപ്പുറത്തും അതുപോലെ തന്നെയുണ്ട്. ഇപ്പോൾ നമുക്കിപ്പോൾ മാർക്കറ്റിനും തന്നെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ പച്ചക്കറി കുറവായ കഴിഞ്ഞ കാലവർഷം കാരണം പച്ചക്കറി കുറവായ കാരണം നമുക്കിപ്പോൾ നല്ല വിലയും കിട്ടുന്നുണ്ട്. പച്ചക്കറികൾ വാങ്ങാനെത്തുന്നവർക്ക് തോട്ടത്തിലിറങ്ങി വേണ്ടതെല്ലാം നേരിട്ട് പറിച്ചെടുക്കാമെന്നതാണ് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത. ആവശ്യക്കാർക്ക് ഇതിന് സമീപമുള്ള അഗ്രോ ഷോപ്പിൽ നിന്നും വാങ്ങാം. സ്വന്തം നഴ്സറിയിൽ വളർത്തിയെടുക്കുന്ന തൈകളാണ് ശുഭകേശൻ കൃഷി ചെയ്യുന്നത്. വിത്തും തൈകളും വേണ്ടവർക്ക് വീടിന് സമീപമുള്ള 15 ഏക്കർ കൃഷിയിടത്തിൽ അതും ഒരുക്കിയിട്ടുണ്ട് ശുഭകേശൻ. ഇതിനോടകം കേന്ദ്ര കേരള സർക്കാരിൻ്റെ എണ്ണമറ്റ അവാർഡുകളും ഈ കർഷക പ്രതിഭയെ തേടിയെത്തി. ജീവനം തന്നെ കൃഷിക്കായി മാറ്റിവെച്ച ശുഭകേശൻ്റെ കൃഷിഗാഥയിലെ പങ്കാളി ജീവിത പങ്കാളി കൂടിയായ ലതികയാണ്. ഈ കാഴ്ചകൾ കഞ്ഞിക്കുഴിയുടെ മാത്രം പ്രത്യേകതയാണ്. ഈ ഓണക്കാലത്തെ ജൈവ പച്ചക്കറി കൊണ്ട് അർദ്ധസമ്പൂർണ്ണമാക്കുകയാണ് ശുഭകേശനും അദ്ദേഹത്തിൻ്റെ ഏക്കർ കണക്കിന് വരുന്ന ഈ കൃഷിത്തോട്ടവും. ആലപ്പുഴയിൽ നിന്നും ആദർശനൊപ്പം അജയ്നാഥ്, അമൃത ന്യൂസ്. ഓണമെടുത്തതോടെ തൃശ്ശൂരിലെ പൂവിപണി പൊടിപൊടിക്കുകയാണ്. ആഘോഷങ്ങളെ ഇരുകൈയും നീട്ടി സ്വീകരിക്കുന്ന ശക്തന്റെ തട്ടകം ഇപ്പോൾ ഓണം മൂഡിലാണ്. പൂവിളിയും പുലികളിയും കുമ്മാട്ടിക്കളിയും ഒക്കെയായി ഓണത്തെ ആവേശത്തോടെ ഏറ്റെടുക്കുകയാണ് തൃശ്ശൂർ. ആഘോഷങ്ങൾ എന്നും ഹരമാണ് തൃശ്ശൂരിന്. പൂരമായാലും ഓണമായാലും അത് പത്തരമാറ്റോടെ ആഘോഷിക്കും. അത്തം മുതൽ 10 ദിനം പൂക്കളം തീർത്ത ഓണം ആഘോഷിക്കുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും തൃശ്ശൂർക്കാർക്കില്ല. അതുകൊണ്ട് തന്നെ പൂവിപണിയും വർണ്ണാഭമായി മുന്നേറുകയാണ്. വില അല്പം കൂടുതലാണെങ്കിലും ഓണത്തിൻ്റെ മാറ്റു കുറയ്ക്കാൻ തങ്ങൾ തയ്യാറല്ല എന്നാണ് തൃശ്ശൂർക്കാർ പറയുന്നത്. അതെ, നമ്മളിപ്പോൾ പൂ വാങ്ങാൻ വന്നതാണ്. നമ്മുടെ നാടിനടുത്തൊരു ഓണാഘോഷം നടക്കുന്നുണ്ട്, സ്ത്രീകൾ സംഘടിപ്പിക്കുന്ന. അപ്പോൾ അതിനു വേണ്ടി പൂ വാങ്ങാൻ വന്നതാണ്. കൂടുതൽ നമ്മളെപ്പോഴും ഉപയോഗിക്കുന്നത് ഓറഞ്ച്, മഞ്ഞയൊക്കെയാണ്. പക്ഷേ കളർഫുൾ ആക്കാൻ വേണ്ടി നമ്മൾ വൈറ്റ് കളറ്, അതുപോലെ തന്നെ നീല കളർ പൂക്കളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ പൂക്കൾക്കും ഡിമാൻഡ് ഉണ്ട്. നാട്ടിലും നഗരത്തിലും പൂവിളികൾ ഉയർന്നതോടെ അതിർത്തികൾ താണ്ടിയാണ് വർണ്ണവിസ്മയങ്ങൾ തീർക്കുന്ന പൂക്കളെത്തുന്നത്.
കർണാടക, തമിഴ്നാട് സംസ്ഥാനങ്ങളിൽ നിന്നാണ് തൃശൂരിൽ പൂക്കളെത്തുന്നത്. പാറമേക്കാവ് ക്ഷേത്രത്തിന്റെ മുൻപിൽ വടക്കുംനാഥ ക്ഷേത്ര മൈതാനിയിലാണ് ഇത്തവണയും പൂവിൽപ്പനയ്ക്ക് പ്രധാന വേദി ഒരുങ്ങിയത്. ഗണേശോത്സവത്തിന്റെ പശ്ചാത്തലത്തിൽ പൂവിന് വില അല്പം ഉയർന്നിട്ടുണ്ടെങ്കിലും വരും ദിവസങ്ങളിൽ വിലയിടിവുണ്ടാകുമെന്നാണ് വ്യാപാരികളുടെ കണക്കുകൂട്ടൽ. വ്യാപാരം തുടങ്ങുന്ന അന്ന് 2 ദിവസം കഴിഞ്ഞാലാണ് ഗണപതിയോത്സവം വന്നിട്ടുള്ളത്. അതിൻ്റെ വിലക്കയറ്റമാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കുറവെന്ന് പറഞ്ഞാൽ വളരെ കുറവാണ് കച്ചവടം വളരെ കുറവാണ്. പൂവിന് നല്ല വിലയുമാണ്. ഈ പ്രാവശ്യം വളരെ മോശമാണ് കച്ചവടം. ഈ മഴയൊക്കെയല്ല, പിന്നെ ഗണോത്സവം, അപ്പോൾ പൂവിന് മുമ്പ് എടുക്കണോടത്ത് മഴയാണ്. അതിന് ശരിക്കും അങ്ങോട്ട് പൂവിന് എത്തണ പൂവൊക്കെ ഭയങ്കര കേടൊക്കെയാണ് വരുന്നത് മഴ കൊണ്ടിട്ടേ. കിലോഗ്രാമിന് 1000 മുതൽ 120 രൂപ വരെ നിരക്കുള്ള പൂക്കൾ വിപണിയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. മുസ്കിൻ വൈറ്റാണ് വിപണിയിലെ രാജാവ്. കിലോഗ്രാമിന് 1000 രൂപയാണ് വില. യഥാക്രമം ചെണ്ടുമല്ലി ഓറഞ്ച് 160, മഞ്ഞ 200, പനീർ റോസ് 300, 350, ചുവന്ന റോസ് 400, മേരിഗോൾഡ് 300, വാടാർമല്ലി 300, ആസ്റ്റർ ബ്ലൂ 400, ആസ്റ്റർ പിങ്ക് 400, അരളി 260 എന്നിങ്ങനെ നീളുകയാണ് പൂവിൻ്റെ വിലകൾ. ഒപ്പം പൂവിൻ്റെ 100 രൂപ കിറ്റുകളും വിപണിയിൽ ഹിറ്റാവുകയാണ്. അമൃത ന്യൂസ്, തൃശൂർ. ഓണത്തിന് പുലികളി നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ പുലികളിക്കൊപ്പം പ്രാധാന്യമുള്ള മറ്റൊരു കലാരൂപമുണ്ട്. അതാണ് കരടികളി. ഗ്രാമങ്ങളുടെ താളവും ആരവവുമായ കരടികളി. പൂർവികരിൽ നിന്ന് കൈമാറി വന്നത് അന്യം നിന്ന് പോകാതെ സംരക്ഷിക്കുന്ന ഒരു കരടികളി സംഘമുണ്ട് കൊല്ലം ജില്ലയിൽ. കരടികളെ കാത്തിരിക്കുന്ന വീടുകൾ ഇപ്പോൾ ഇല്ല എങ്കിലും സ്കൂളുകളിലും ഓണാഘോഷ വേദികളിലുമാണ് ഈ സംഘം കരടികളി അവതരിപ്പിക്കുന്നത്. തെങ്ങോലയും ബാലമരത്തിന്റെ തടിയിൽ തീർത്ത മുഖമൂടിയും ധരിച്ച് കരടിയും മുഖത്ത് കറുത്ത ചായം തേച്ച് അമ്പുവില്ലുമായി വേട്ടക്കാരനും നാട്ടുപാട്ടുമായി താളക്കാരും എത്തുന്നതോടെ കരടികളി ആവേശലഹരിയിലാകും. കൈമണിയും കൈത്താളവുമാണ് കരടികളിയുടെ വാദ്യോപകരണം. മനോഹരമായ വായ്ത്താരിയിലൂടെ പാട്ടിനും താളത്തിനുമൊപ്പം കരടിയും വേട്ടക്കാരനും ചുവടുവെക്കും. ഐതിഹ്യം മുതൽ ആനുകാലിക സംഭവങ്ങൾ വരെ കരടികളിപ്പാട്ടിൽ ഉണ്ടാകും. പുതിയ തലമുറയിലെ കുട്ടികളും ഇതിനോടൊപ്പം ചുവടുവെക്കും. പ്രാക്കുളം ഗവൺമെന്റ് LP സ്കൂളിൽ ഓണാഘോഷത്തിന്റെ ഭാഗമായി കരടികളി അവതരിപ്പിച്ചപ്പോൾ പുതുതലമുറയിലെ കുട്ടികൾക്കും ഇത് ആവേശമായി. പണ്ടുകാലത്ത് ഓണത്തിന് വീടുകളിൽ കയറി ഇറങ്ങിയിരുന്ന കരടികളി ഇപ്പോൾ ക്ലബ്ബുകളിലും സ്കൂളുകളിലും സാംസ്കാരിക കേന്ദ്രങ്ങളിലും മാത്രമായി ഒതുങ്ങി. കുളങ്ങര രാഘവനാശാന്റെ നേതൃത്വത്തിലുള്ള അരിനെല്ലൂർ കരടികളി സംഘമാണ് സ്കൂളുകളിൽ കരടികളി അവതരിപ്പിച്ചത്. അടിയാന്മാർക്ക് തമ്പുരാൻ്റെ മുറ്റത്ത് പോലും ചെല്ലാൻ പാടില്ലാതിരുന്ന ഒരു സാഹചര്യം. ആ സാഹചര്യത്തിൽ ഇന്നത്തെ അയ്യങ്കാളിയെപ്പോലെ തലച്ചോറുള്ള അധസ്ഥിത വർഗത്തിൽപ്പെട്ട ആൾ, തലച്ചോറുള്ളവർ കൂടി ആലോചിച്ച് ഈ ഓണത്തിന് ഏതൊരു വീട്ടിലും ഏതൊരു കാര്യത്തിനും നമുക്ക് ചെന്ന് കയറാം കലയുമായിട്ട്. അപ്പോൾ ഓണം വന്നപ്പോൾ കരടി വേഷം കെട്ടി ഈ ഉള്ളവൻ്റെ മുറ്റത്ത് ചെല്ലാനൊരു സന്ദർഭം ഉണ്ടാക്കിയ കലയാണിത്. പുതുതലമുറയിലെ കുട്ടികളുടെ മനസ്സിൽ കരടികളിയുടെ ആവേശം നിറച്ച് അന്യം പോയിക്കൊണ്ടിരിക്കുന്ന ഈ തനത് കലാരൂപത്തെ നാളേക്ക് വേണ്ടിയും നിലനിർത്താനുള്ള തീവ്ര ശ്രമത്തിലാണ് ഈ കരടികളി സംഘം. അമൃത ന്യൂസ്, കൊല്ലം. അമീബിക് മസ്തിഷ്ക ജ്വരത്തിന്റെ ഭീഷണിക്കിടയിലാണ് സംസ്ഥാനത്ത് പലയിടത്തും ഓണാഘോഷം. എന്നാൽ ആഘോഷത്തിന്റെ പൊലിമ കുറയ്ക്കാതെ ഓണപ്പൂക്കളിലൂടെ അമീബിക് മസ്തിഷ്ക ജ്വരത്തിനെതിരായ ബോധവൽക്കരണത്തിലാണ് മലപ്പുറം തവനൂരിലെ ആരോഗ്യ പ്രവർത്തകർ. പൊന്നോണത്തെ വരവേൽക്കാനായി പൂക്കടമൊരുക്കുന്ന തിരക്കിലാണ് നാടും നഗരവും. ഇതിനിടയിൽ ഓണപ്പൂക്കളത്തിലൂടെ അമീബിക് മസ്തിഷ്ക രോഗത്തിനെതിരായ പ്രതിരോധ പ്രവർത്തനങ്ങളിലാണ് തവനൂരിലെ ആരോഗ്യ പ്രവർത്തകർ. തവനൂർ ഗ്രാമപഞ്ചായത്തിലെ കൂരട ജനകീയ ആരോഗ്യ കേന്ദ്രത്തിൽ ഒരുക്കിയ പൂക്കളത്തിലാണ് ബോധവൽക്കരണ സന്ദേശം തെളിഞ്ഞത്. അമീബിക് മസ്തിഷ്ക രോഗം പകരുന്നത് എങ്ങനെയെന്നും വെള്ളം സുരക്ഷിതമാകേണ്ടതിന്റെ ആവശ്യകതയും പൂക്കളത്തിൽ പറയുന്നു. ജലമാണ് ജീവൻ എന്ന സന്ദേശമുയർത്തിയ പൂക്കളത്തിന്റെ രൂപരേഖ തയ്യാറാക്കിയത് ഹെൽത്ത് ഇൻസ്പെക്ടറായ രാജേഷ് പ്രശാന്തിയിലാണ്. തവനൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TV ശിവദാസ്, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ A ജുൽന എന്നിവരുടെ നേതൃത്വത്തിലാണ് പൂക്കളം ഒരുക്കിയത്. ഈ ഓണാഘോഷം പോലും നമ്മൾ ഇന്ന് അഭിമുഖീകരിക്കുന്ന ആ മഹാമാരിക്ക് അതിന്റെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന പ്രവർത്തനമാണ് ഇന്ന് നടത്തിയിട്ടുള്ളത്. മലപ്പുറം ഉൾപ്പെടെയുള്ള വിവിധ ജില്ലകളിൽ അമീബിക് മസ്തിഷ്ക ജ്വരം വലിയ ആശങ്ക സൃഷ്ടിച്ചതോടെ തീവ്ര പ്രതിരോധ പ്രവർത്തനത്തിലാണ് ആരോഗ്യവകുപ്പ്. ഈ സാഹചര്യത്തിലാണ് ഓണാഘോഷവും രോഗപ്രതിരോധ പ്രവർത്തനത്തിനുള്ള മാർഗമാക്കിയത്. അമൃത ന്യൂസ്, മലപ്പുറം.
മാതാമൃതാനന്ദമയി മഠം നവി മുംബൈ ആശ്രമത്തിൽ ഗണേശോത്സവം ഭക്തിനിർഭരമായി ആഘോഷിച്ചു. 5 ദിവസമായി നടന്ന പ്രത്യേക പൂജകളിൽ 100 കണക്കിന് ഭക്തർ പങ്കെടുത്തു. സന്യാസി ശ്രേഷ്ഠരും ഭക്തരും ചേർന്നായിരുന്നു ഗണേശ വിഗ്രഹം സ്ഥാപിച്ചത്. ആഘോഷങ്ങളുടെ ഭാഗമായി ഗണേശാർച്ചനയും ഭജനയും നടന്നു. ഗണേശോത്സവത്തിന് സമാപനം കുറിച്ച് ഭക്തരുടെ സാന്നിധ്യത്തിൽ ആഘോഷപൂർവ്വം ഗണേശ വിഗ്രഹം നിമജ്ജനം ചെയ്തു.